ആദ്യത്തെ ഒരു വാക്യം എന്ന് പറയുന്നത് ഒരു ചോദ്യമാണ്. ഒരു ചോദ്യം. ഹല്ലേലൂയ, സ്തോത്രം. ഭക്തനായ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അതിന്റെ ഉത്തരമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സങ്കീർത്തനത്തെ ചോദ്യോത്തര സങ്കീർത്തനം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ചോദ്യോത്തര സങ്കീർത്തനം. ഹല്ലേലൂയ. 24-ാം സങ്കീർത്തനവും ഈ 15-ാം സങ്കീർത്തനവുമായിട്ട് അമേധ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അമേധ്യമായിട്ടുള്ള ബന്ധം. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇതിനകത്ത് വളരെ കൃത്യമായിട്ടും ഇടപെടുന്ന ചില കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് പെട്ടെന്ന് ഒന്ന് ആലോചിച്ച് മുമ്പോട്ട് പോകാൻ കർത്താവ് ഞാൻ ശരണപ്പെടുകയാണ്. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിന്റെ പ്രാരംഭവാക്യം ഒന്ന് വായിച്ച് സഹായിച്ചാൽ. യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്നാമത്തെ വാക്യം എല്ലാവരും ശ്രദ്ധിച്ചല്ലോ. ഹല്ലേലൂയ. ദാവീദ് ചോദിക്കുകയാണ്, ദൈവമേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, ദൈവമേ നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പം ദൈവം ഒരു കൂടാരം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് അന്നേ കാലത്തെ ആർക്കറിയാം? ദാവീദിന് ബോധ്യമാണ്. സ്തോത്രം. ഒരു കൂടാരം, അത് ഒരു വിശുദ്ധ പർവ്വതത്തിൽ ഒരു കൂടാരം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് ആത്മാവിൽ ആര് കാണുകയാണ്? ദാവീദ് കാണുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദാവീദിന്റെ ജീവിതത്തിന്റെ ചരിത്രം നോക്കിയിട്ട് ദാവീദ് ചോദിക്കുകയാണ്, ചുറ്റുവട്ടങ്ങളെ നോക്കിയിട്ട് ദാവീദ് ചോദിക്കുകയാണ്, പല വെല്ലുവിളികളും പല ക്രൂരന്മാരെയും പല വിധത്തിലുള്ള സ്വഭാവക്കാരെയും ഒക്കെ കണ്ടിട്ട് ദൈവമുണ്ട് എന്ന് പറയുന്നവരും ഇല്ല എന്ന് പറയുന്നവരും ദൈവ മക്കളാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തവരും ഒക്കെ ഉള്ള ഒരു സമൂഹത്തെ നോക്കിക്കൊണ്ട് തന്റെ ആത്മീയ ജീവിതത്തിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ദാവീദ് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും? ഇപ്പോൾ കാണുന്ന എല്ലാവരും ആ കൂടാരത്തിൽ കാണുമോ? ആ കൂടാരത്തിൽ ഈ കാണുന്നതെല്ലാം കാണുമോ? ഹല്ലേലൂയ. ഇവിടെ വഞ്ചനയുണ്ട്, ചതിവുണ്ട്, സ്തോത്രം, അഴിമതിയുണ്ട്, വെല്ലുവിളികളുണ്ട്, കൊലപാതകങ്ങളുണ്ട്, അക്രമങ്ങളുണ്ട്, പീഡനങ്ങളുണ്ട്, സകലതുമുണ്ട്. ഈ കാണുന്ന കാഴ്ചകളെല്ലാം ഞാൻ കണ്ടു മടുത്ത് നിൽക്കുമ്പോൾ തന്നെ ദൈവമായിട്ട് നല്ല ബന്ധത്തിൽ നിൽക്കുന്ന ദാവീദ് പറയാ, ഈ കൂടാരത്തിൽ കർത്താവേ അങ്ങ് വസിക്കുന്ന കൂടാരത്തിൽ ആർക്ക് പാർക്കാൻ കഴിയും? സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിയോഗമില്ലാതെ ആദ്യ തവണ സിയോനിലേക്ക് പെട്ടകം കൊണ്ടുപോയതിന്റെ ചരിത്രവും പിന്നീട് സിയോനിലേക്ക് പെട്ടകത്തെ കൊണ്ടുവരാനായിട്ടുള്ള സംഭവങ്ങളുടെ തുടക്ക ഭാഗങ്ങളിൽ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ സങ്കീർത്തന വേദഭാഗത്തിന്റെ ഉള്ളടക്കം. ഹല്ലേലൂയ. ആദ്യത്തെ പ്രാവശ്യം സിയോനിലേക്ക് പെട്ടകം കൊണ്ടുവരുവാൻ സ്തോത്രം മുതിർന്നപ്പോൾ അവിടെ വല്ലാത്ത ഒരു വേദനയുടെ അനുഭവം ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. അതിന്റെ ചരിത്രങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഹല്ലേലൂയ. ഉസ പെട്ടകത്തിൽ പിടിച്ചതും പെട്ടകം ഹല്ലേലൂയ മുഖാന്തരം ഉസ ഛേദിക്കപ്പെട്ടതുമൊക്കെ ആ ചരിത്രം അവിടെ നിൽക്കുമ്പോൾ മുമ്പോട്ട് സിയോനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ലെന്ന് മനസ്സിലാക്കിയ ഹല്ലേലൂയ പെട്ടക വാഹകർ എന്ത് ചെയ്തു? ഹല്ലേലൂയ ദാവീദ് ഉൾപ്പെടെ ഓബോദ് ഏദോമിന്റെ ഭവനത്തിലേക്ക് ഈ പെട്ടകം 3 മാസത്തേക്ക് വെക്കുകയാണ്. സ്തോത്രം. മുമ്പോട്ട് പെട്ടകം സിയോനിലേക്ക് കൊണ്ടുവരുവാൻ കഴിയത്തില്ല. പെട്ടകം മുഖാന്തരം ബാധിക്കപ്പെട്ടിരിക്കുന്നു, ചിലർ ബാധിക്കപ്പെട്ടിരിക്കുന്നു, ചില ഹല്ലേലൂയ അനർത്ഥങ്ങൾ അവിടെ സംഭവിച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് ഹല്ലേലൂയ പെട്ടകം സ്തോത്രം ഓബോദ് ഏദോമിന്റെ ഭവനത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഭക്തനായ മനുഷ്യൻ ഹല്ലേലൂയ ദൈവ മുമ്പാകെ വിശ്വസ്തയോടെ നിൽക്കുന്ന ഒരു ഭക്തനായ മനുഷ്യൻ, ആ മനുഷ്യന്റെ വീട് എന്തുകൊണ്ടും ഈ പെട്ടകം വെക്കാൻ യോഗ്യമാണെന്ന് ദാവീദ് വിലയിരുത്തി. ഹല്ലേലൂയ. മാന്യത മാത്രമല്ല, ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള ജീവിതത്തിന്റെ ആ മേഖലകളെല്ലാം പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടും ഈ
പെട്ടകം ദാവീദ് വസിക്കുന്ന വീട്ടിൽ കൊണ്ട് വെക്കുന്നതിനേക്കാൾ ഇപ്പോൾ തൽക്കാലം ഏദോമിന്റെ വീട്ടിൽ ഈ പെട്ടകം ഇരിക്കുന്നത് നല്ലതാണെന്ന് ഹല്ലേലൂയ പുരോഹിതന്മാരും ദാവീദും രാജാവും എല്ലാം കൂടെ തീരുമാനിച്ച് ആ ഭവനത്തിൽ കൊണ്ടുവെക്കുകയാണ്. ഹല്ലേലൂയ. ആ സംഭവങ്ങൾ ഞാൻ പിന്നീട് നമുക്ക് സമയമുണ്ടെങ്കിൽ എടുക്കുവാൻ ആഗ്രഹിക്കുന്നു. അവിടുന്ന് വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. സ്തോത്രം. കൊരിന്ത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ നമുക്കറിയാം, ഹല്ലേലൂയ, കൂടാരമാകുന്ന നമ്മുടെ ഭൗമഭവനം അഴിഞ്ഞുപോയ കൈപ്പണിയല്ലാത്ത ഒരു നിത്യഭവനം എനിക്ക് എന്തുണ്ട്? സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. ഈ കൂടാരം അഴിഞ്ഞു പോകും. ഹല്ലേലൂയ. പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ഈ കൂടാരം അഴിയും. ഈ കൂടാരത്തിന് അഗ്നിയും മാംസവും രക്തവും ഹല്ലേലൂയ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ശരീരത്തിൽ ഇപ്പോഴുണ്ട്. പക്ഷേ ഈ കൂടാരം ഒരു സമയത്ത് അഴിയും. ഹല്ലേലൂയ. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭൗമ ശരീരം അഴിഞ്ഞു പോകും. എന്നാൽ കൈപ്പണി അല്ലാത്ത ഒരു നിത്യഭവനം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ട്. അപ്പോൾ ഈ കൂടാരം അഴിഞ്ഞു പോകും. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായി ഒരു കൂടാരം ഉണ്ടായിരിക്കും. പ്രൈസ് ലോർഡ്. അവിടെ വായിക്കുന്നു, എങ്ങനെയായിരിക്കും? പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ, തണൽ കൊടുക്കാൻ, കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായ ഒരു കൂടാരം ഹല്ലേലൂയ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ കൂടാരം, ഇവിടെ വസിക്കുന്ന കൂടാരം കാറ്റടിക്കാതിരിക്കാൻ, വെയിൽ കൊള്ളാതിരിക്കാൻ, മഴ നനയാതിരിക്കാൻ ഉള്ള കൂടാരം നമ്മൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു വെച്ചിരിക്കുകയാണ്. അത് ചിലപ്പോൾ ഓലമേഞ്ഞതാകട്ടെ, ഓടുമേഞ്ഞതാകട്ടെ, ഷീറ്റ് മേഞ്ഞതാകട്ടെ, വാർക്കക്കെട്ടിടമാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും അത് നമുക്ക് വെയിൽ കൊള്ളാതെ, അത് നമുക്ക് മഴ നനയാതെ ഇരിക്കാനൊരു കൂടാരമാണ് ഇവിടെ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കൂടാരം. നമ്മുടെ അഴിഞ്ഞു പോകുന്ന ഈ കൂടാരം മഴ നനയാതിരിക്കാൻ, കാറ്റടിക്കാതിരിക്കാൻ, വെയിൽ കൊള്ളാതിരിക്കാൻ നമ്മൾ അതിനെ സംരക്ഷിക്കാൻ ഒരു കൂടാരം ഈ ഭൂമുഖത്ത് ഒരുക്കി വെക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. അവിടെയാണ് പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ, തണലും കൊടുങ്കാറ്റും മഴയും തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായി ഒരു കൂടാരം ഉണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഇത് ദൈവത്തിന്റെ മുമ്പിൽ, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സ്വർഗീയ ദർശനങ്ങൾ കാണുന്ന യെശയ്യാവ് വിളിച്ചു പറയുകയാണ്, നമ്മുടെ ഈ കൂടാരം അഴിഞ്ഞു പോയാൽ, കൈപ്പണിയല്ലാത്ത ഒരു ഭവനത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെ വെയിലില്ല, മഴയില്ല, അവിടെ കാറ്റില്ല, അവിടെ കണ്ണുനീരില്ല, അവിടെ ദുഃഖവും മുറവിളിയുമില്ല. ആ കൂടാരത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കൂടാരം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് സങ്കീർത്തനക്കാരൻ വിളിച്ചു പറയുന്നത്, യഹോവേ, നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. ഹല്ലേലൂയ. 24-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോഴും അതുപോലെ ഒരു ഭാഗമാണ് കാണുന്നത്. 24-ന്റെ 3. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. യഹോവയുടെ പർവ്വതത്തിൽ ആര് കയറും, അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും. ഹല്ലേലൂയ. നമ്മളിവിടെയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനൊക്കെ കുറെയൊക്കെ നമ്മൾ ജീവിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് കേട്ടാ മതി, ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി, എന്റെ വാക്ക് നിങ്ങൾ കേൾക്കണം, ഹല്ലേലൂയ എന്നൊക്കെ പറയുന്ന സ്തോത്രം ഹല്ലേലൂയ നിലയിലായിരിക്കും നമ്മളൊക്കെ. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ.
യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിലെ 22-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ ഈ കൂടാരത്തിന്റെ ചില പ്രത്യേകതകൾ അവിടെ വിവരിക്കുന്നുണ്ട്. അവിടെ ആരൊക്കെയാണ് എന്നൊക്കെ അതിനകത്ത് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം തൊട്ട് വായിച്ച് ഞാൻ അത്യന്തം പേടിച്ചു വിറയ്ക്കുന്നു എന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അനേകായിരം ദൂതന്മാരും സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഗുണകരമായി സംസാരിക്കുന്ന രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആത്മാവ് എവിടെ വന്നു ചേരുന്ന സ്ഥലമാണ്, നമ്മൾ ചെന്ന് ചേരുന്ന സ്ഥലത്തെ കുറിച്ചാണ് അവിടെ വിശദീകരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചെന്ന് ചേരാനുള്ള സ്ഥലം. ഹല്ലേലൂയ. അവിടെ നാം വായിക്കുന്നു, ഈ കാഴ്ച മോശ കണ്ടപ്പോൾ മോശ എന്ത് ചെയ്തു? ഹല്ലേലൂയ, പേടിച്ചു വിറച്ചുപോയി. ഈ കാര്യങ്ങൾ മോശ കണ്ടു. എവിടെയാ? സീനായി പർവ്വതത്തിൽ, ഹോരേബ് പർവ്വതത്തില് മോശ ഹല്ലേലൂയ മുൾപ്പടർപ്പ് കത്തുന്നത് കാഴ്ച കണ്ടു. മോശ വിറച്ചുപോയി. ഇതെന്തൊരു കാഴ്ചയാ! പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവ സാന്നിധ്യമുള്ള ഇടം മോശ കണ്ടപ്പോൾ, സീനായി മലയിൽ മോശ കണ്ടപ്പോൾ മോശ വിറച്ചുപോയി. അവന്റെ മുഖം ഹല്ലേലൂയ കാണാൻ കഴിയാത്ത നിലവാരത്തിൽ അവനൊരു മറ കൊണ്ട് അവന്റെ മുഖത്തെ മറച്ചു കളഞ്ഞു. എന്നിട്ട് ആ തേജസ് പ്രാപിച്ച മോശ താഴ്വാരത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ഹല്ലേലൂയ മുഖം ഹല്ലേലൂയ താൻ മറച്ചു പിടിക്കുമെന്നപ്പോൾ ഇടയായി തീർന്നു. അവിടുത്തെ ശോഭ മുഖത്ത് തട്ടിയപ്പോൾ മോശയുടെ രൂപത്തിനും മുഖത്തിന്റെ കാന്തിക്ക്, മുഖത്തിന്റെ പ്രകാശം ഹല്ലേലൂയ സ്തോത്രം ശ്രേഷ്ഠമായിട്ട് വിളങ്ങാൻ ഇടയായി തീർന്നു. കണ്ടുനിന്ന മനുഷ്യർക്ക് അവന്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അത്രമാത്രം വെളിച്ചമുള്ള ഒരു മുഖമായിട്ട് മോശയുടെ മുഖം കണ്ടു. മാറുന്നത് കൊണ്ടുവിടയായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ഇത് കണ്ടിട്ട മോശ എന്ത് ചെയ്തത്? മോശ ഹല്ലേലൂയ ഭയപ്പെട്ടു പോയത്. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? സ്തോത്രം ഹല്ലേലൂയ. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരൂശലേമിനും അവിടെ ആരൊക്കെയുണ്ട്? അനേകായിരം ദൂതന്മാരും സർവസംഘത്തിനും. ഒത്തിരി ഇവിടെ നമുക്ക് ഒത്തിരി ഈ നമ്മുടെ ഈ മന്ത്രിസഭയൊക്കെ നോക്കിക്കേ, ഓരോ വകുപ്പിനും ഓരോ മന്ത്രിമാരും അവരുടെ ഉപനായകന്മാരും അതിന്റെ കീഴിൽ ഒത്തിരി അനേക ഉദ്യോഗസ്ഥന്മാരും ഒക്കെ അണിനിരക്കുന്ന ഒരു ഹല്ലേലൂയ സംവിധാനം ഈ ലോകത്തിലുണ്ട്. ഹല്ലേലൂയ, ഈ ലോകത്തിലുണ്ട്. അതുപോലെയാണ് അവിടെ വായിക്കുന്നത് ദൂതന്മാരും അവരുടെ സംഘത്തിനും പിന്നെ സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരും. അപ്പം സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ ജനത്തെ ഒന്നിച്ച് വിളിക്കുന്ന പേരാണ് എന്താണ്? സഭ. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ പേരെഴുതിയിരിക്കുന്നവരുടെ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് സഭ. ഹല്ലേലൂയ. ഇവിടെ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിന് സഭ എന്ന് പേര് പറയുമ്പോൾ അവിടെ പേരെഴുതി കാണുന്നവരുടെ കൂട്ടത്തിന് സഭ എന്ന് സ്വർഗത്തിൽ പറയുകയാണ്. ഇവിടെ നമുക്ക് പേരെഴുതി കാണുന്ന സ്തോത്രം വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിന്റെ പേര് സഭ. ഒരു വലിയ ഏതോ ഒരു കാര്യത്തിന് വേണ്ടി കൂടുന്ന ഒരു കൂട്ടത്തെ സഭ എന്ന് പറയുമ്പോൾ ഇവിടെ വായിക്കുന്നു സ്വർഗത്തിൽ പേരെഴുതി കാണുന്നവരുടെ കൂട്ടത്തിനാണ് സഭ. എന്നിട്ട് അവിടെ വായിക്കുന്നു സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും. ഹല്ലേലൂയ. അവിടെ എടുത്ത് ചിന്തിക്കാൻ
പ്രവർത്തിക്കാൻ തക്കോണം ഇടയായിത്തീരുന്ന ചില പദപ്രയോഗങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരുടെയും ദൈവം, സ്തോത്രം, അത് പാപിയുടെയും വിശുദ്ധനെയും അശുദ്ധനെയും എല്ലാവരുടെയും ദൈവം ഒരാളാണ്, അല്ലെ? എല്ലാവരുടെയും ദൈവം. ഹല്ലേലൂയ, എല്ലാവരുടെയും ദൈവം. എന്നിട്ട് പറയുകയാണ്, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ആരാണ്? എല്ലാവരുടെയും ദൈവമാണ്, ന്യായാധിപതിയാ, ന്യായം വിധിക്കുന്നവനാ. എല്ലാവരുടെയും ദൈവമൊക്കെയാണ്, പക്ഷെ അവൻ ന്യായം വിധിക്കുന്നവനാണ്. പിന്നെ സിദ്ധന്മാര് എന്ന് പറഞ്ഞാൽ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവരും, പിന്നെ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും, നീതിമാന്മാരുടെ ആത്മാക്കൾ നമുക്ക് മുമ്പ് ജീവിച്ചിരുന്ന നീതിയോടെ ജീവിച്ചിരുന്നവരുടെ ആത്മാക്കൾക്കും, പിന്നെ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം, ഹല്ലേലൂയ, ദൈവം വസിക്കുന്ന സ്ഥലമാ, സ്വർഗീയ സ്ഥലമാ, നമ്മുടെ ആത്മാക്കൾ വസിക്കേണ്ട സ്ഥലമാ. അവിടെ ചെന്ന് ചേരാനുള്ള ചില, ഹല്ലേലൂയ, പാസ്പോർട്ട് എടുക്കണം, അവിടെ ചെന്ന് ചേരാൻ വിസ സ്റ്റാമ്പ് ചെയ്യണം, അതിന്, ഹല്ലേലൂയ, എമർജൻസി ആയിട്ട് ചില, ഹല്ലേലൂയ, ദൗത്യങ്ങൾ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുന്നവരുടെ ചെന്ന് ചേരാനുള്ള മറ്റൊരു രാജ്യമാണ് ഈ രാജ്യം. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള കടമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലിന് വേണ്ടിയിട്ടാണ് ഈ 15-ാം സങ്കീർത്തനം 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ എങ്ങനെയുള്ള ക്രമീകരണം പ്രാപിച്ചവരാണ് അവിടെ എത്തിച്ചേരാൻ ഇടയാകുന്നത് എന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തുകയാണ്. അതാണ് അവിടെ വായിക്കുന്നത്. ഹല്ലേലൂയ, അരുളി ചെയ്തവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുകയും. ഹല്ലേലൂയ, അങ്ങനെ അരുളി ചെയ്തവനെ എന്ത് ചെയ്യണം? നിരസിക്കാതെ ഇരുപ്പാൻ നോക്കിക്കോണം. അപ്പോൾ ഇങ്ങനെ ആ സഭയിലേക്ക് നമ്മൾ ചെന്ന് ചേരാൻ പോകുകയാണ്. ഒരു വലിയ ദൗത്യ പൂർത്തീകരണം, അല്ലെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളുടെ പൂർത്തീകരണത്തിന്റെ റിസൾട്ട്. ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പരീക്ഷ എഴുതി, സ്തോത്രം. അടുത്ത, ഹല്ലേലൂയ, ചില നാളുകൾ കഴിയുമ്പോൾ അതിന്റെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണ്. സ്തോത്രം. ചിലരിപ്പോഴേ താടിക്ക് കൈയും കൊടുത്തിരിക്കും. എന്താണ്? എഴുതിയ പരീക്ഷയിൽ അത്ര കണ്ടങ്ങോട്ട്, സ്തോത്രം, ഒരു സമാധാനമില്ലാത്ത നിലയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഒട്ടും എഴുതാത്തവർക്ക് ഒട്ടും വിഷയമില്ല. ഹല്ലേലൂയ. അവരെന്തെഴുതിയാലും അവർ പരാജയപ്പെടുമെന്നുള്ള സന്തോഷത്തിൽ അവരങ്ങ് നടക്കും. പക്ഷേ പരാജയപ്പെടത്തില്ലെന്ന് ഉറപ്പുള്ളവർ കഠിനാധ്വാനം ചെയ്ത് പഠിച്ചിട്ടും ആ പഠിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എഴുതാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് ശരിയായ വണ്ണമുള്ള മാർക്ക് ലഭിക്കത്തില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഇവിടെ വായിക്കുന്നത് നല്ല റിസൾട്ട് വാങ്ങിക്കാൻ, സ്തോത്രം, പ്രാഗൽഭ്യത്തോടെ നിൽക്കുന്ന, ഞാൻ ജയിക്കുമെന്നും, ഞാൻ, ഹല്ലേലൂയ, സ്റ്റേറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലെവലിൽ ഞാൻ ചിലത് നേടുമെന്ന് വിചാരിക്കുന്ന ചില കുഞ്ഞുങ്ങളുണ്ട്. അവർക്കും ഒന്നിനും ഭയമില്ലാതെ സന്തോഷത്തോടെ നിൽക്കും. റിസൾട്ട് വരുമ്പോൾ ഞാൻ ജയിച്ചിരിക്കും. ഈ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും എല്ലാം അവർ, ഹല്ലേലൂയ, നോട്ട് ചെയ്തും പഠിച്ചും എടുത്തും നോക്കിയപ്പോൾ അവർ എഴുതിയ ആൻസർ എല്ലാം, ഹല്ലേലൂയ, ക്ലിയർ ആണെന്ന് അവർക്ക് നല്ല ബോധ്യമുള്ളപ്പോൾ അവരെന്തിനാ ഭയപ്പെടുന്നേ? ഇതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ഒരു റിസൾട്ട് വരും. ഹല്ലേലൂയ, റിസൾട്ട്. ഹല്ലേലൂയ. നമ്മൾ എഴുതിയ പരീക്ഷയിൽ ഒരു, ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ മൊബൈലിൽ കണ്ടതാണ്. ഒരു 4 കുടുംബം ഒരു ഹോട്ടലിൽ ഭക്ഷണത്തിനായിട്ട് കയറിയിരിക്കുക. സ്തോത്രം. ഭർത്താവും ഭാര്യയും 2 പെൺമക്കളും. അവര് വെയിറ്റർ വന്നിട്ട് ഓർഡർ കൊടുത്തു. അവരവർക്ക് വേണ്ടുന്ന ഭക്ഷണം അവർ ഓർഡർ കൊടുത്തു. സ്തോത്രം. അപ്പുറത്തെ മേശയിലും ഒക്കെ ആൾക്കാർ ഇങ്ങനെ നിൽപ്പുണ്ട്. വെയിറ്റർ ഇവരുടെ അടുക്കൽ വന്ന് ഓർഡർ എടുത്തുകൊണ്ട് പോയി സാധനങ്ങൾ കൊണ്ടുവന്ന് നിരത്തി വെച്ചപ്പോൾ ഒരു കൊച്ചിന് ഫോൺ വന്നു. ആ മോള് എഴുന്നേറ്റ് ഇങ്ങനെ ഫോൺ സംസാരിച്ചു കൊണ്ടിരുന്നു. ആ കുഞ്ഞ് മടങ്ങി വരാൻ വേണ്ടിയിട്ട് ഈ അപ്പനും അമ്മയും മറ്റ് കുഞ്ഞും കൂടെ അങ്ങനെ വെയിറ്റ് ചെയ്തു. കുഞ്ഞെന്ന് പറഞ്ഞാൽ 10-20 വയസ്സൊക്കെ ഉള്ള മക്കളും. ഹല്ലേലൂയ, ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു.
രണ്ടുപേര് എന്തോ എടുത്ത് വായിലോട്ട് വെച്ചുകൊണ്ടിരുന്നു. ഈ അപ്പൻ ഈ കസേരയിൽ ഇങ്ങനെ ഞെരുവരി കൊള്ളുന്ന കണ്ടു. മുഖം കുനിഞ്ഞ് ആ ഡെസ്കിലോട്ട് വീണിങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഭാര്യയും ഈ കഴിച്ചുകൊണ്ടിരുന്ന കഴിക്കാൻ തുടങ്ങിയില്ല, കൈയിട്ടതേ ഉള്ളൂ. കഴിച്ചുകൊണ്ടിരുന്ന അവര് 3 പേരും ചാടി എഴുന്നേറ്റ് അദ്ദേഹത്തെ പൊക്കി ഇങ്ങനെ നിർത്തിയപ്പോൾ കസേരയിലോട്ട് മറിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് വീണു. ഹല്ലേലൂയ. അപ്പോൾ വെയിറ്റർമാരും അവിടെ ചുറ്റുവട്ടം കൂടിയിരുന്നവരെല്ലാവരും കൂടെ താങ്ങിയെടുത്ത് വെള്ളം തളിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. കൊണ്ടുപോകാനായിട്ട് പൊക്കിയപ്പോൾ ഹല്ലേലൂയ ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെയൊക്കെ ജീവിതം എന്നൊക്കെ പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. ഹല്ലേലൂയ. പറയാൻ കാരണം ഹല്ലേലൂയ, നാളെ അവർ വാങ്ങിച്ച ഭക്ഷണം അവർക്ക് കഴിക്കാൻ ഓർഡർ കൊടുത്തിട്ട് ആ മനുഷ്യനാണ് ഓർഡർ കൊടുത്തത്. വെയിറ്റർ വന്ന് തന്നോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ താൻ ആൻസർ പറഞ്ഞ് അതിന്റെ സ്തോത്രം ഇന്ന ഭക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഇന്ന ആഹാരം വേണമെന്നൊക്കെ പറഞ്ഞ് ഭക്ഷിക്കാൻ വളരെ തൃപ്തിയോടെ ആ മേശയ്ക്ക് ചുറ്റും ഇരിക്കുമ്പോൾ ഹല്ലേലൂയ അത് ഭക്ഷിക്കാൻ പോലും അവസരം കിട്ടാതെ ഈ ലോകത്ത് നിന്ന് പോയി. സ്തോത്രം. ഹല്ലേലൂയ. ഇത് ഇത്രയുള്ള മനുഷ്യൻ, ഇത്രയുള്ള നമ്മുടെ ജീവിതം. ഇതാണ് കർത്താവ് വ്യക്തമായിട്ട് കണ്ടുകൊണ്ട് പറയുന്നത്. എന്താ പറയുന്നത് അറിയാമോ? ദൈവത്തിന്റെ കൂടാരത്തിൽ ഹല്ലേലൂയ. നമ്മളൊക്കെ എന്തൊക്കെയോ ആണെന്നുള്ള ചിന്ത നമുക്ക് വരുമ്പോൾ നമ്മളിൽ അഹങ്കാരവും ഉന്നത ഭാവവും നികളഭാവവും ഒക്കെ വരുന്നത്. ഇന്ന് പല സമയത്ത് ദൈവമക്കളെ സ്തോത്രം യൂട്യൂബ് ചാനലിനകത്ത് നോക്കിയാൽ അറിയാം. ആ മനുഷ്യൻ വന്നിരുന്നതും ഭക്ഷിക്കാൻ തയ്യാറായിട്ടും അടുത്ത പ്രോഗ്രാം അവർ തയ്യാറാക്കിയിട്ടൊക്കെയാ അവിടെ ഹോട്ടലിൽ വന്നിരുന്നത്. പക്ഷേ അതിന്റെ ഹല്ലേലൂയ സന്തോഷകരമായ ആ അനുഭവത്തിൽ നിന്ന് ദുഃഖകരമായ ഒരു അനുഭവത്തിലേക്ക് ആ കുടുംബം മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. ഇവിടെയാണ് നാം വളരെ വിലയിരുത്തപ്പെടേണ്ട ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ഇടയായി തീരേണ്ടത്. അവിടെ സങ്കീർത്തനക്കാരൻ പറയുക, ദൈവമേ അങ്ങയുടെ കൂടാരത്തിൽ ആർക്കാണ് വസിക്കാൻ കഴിയുന്നത്, ആർക്കാണ് പാർക്കാൻ കഴിയുന്നത്. ഇവിടെ വായിച്ച സങ്കീർത്തന ഭാഗത്തിലേക്ക് ഒന്നുകൂടി നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ നമുക്ക് ഒരുമിച്ച് ആ സങ്കീർത്തനത്തിലേക്ക് കടന്നു വരാം. അവിടെ വായിക്കുന്നു, ഹല്ലേലൂയ, യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിലും അതുപോലെ ഒരു സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേരും നിൽക്കുന്നത് കണ്ടു. അവിടെ വായിക്കുന്നു, പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. അവിടെ സ്വർഗീയ ദർശനം യോഹന്നാൻ കാണുകയാണ്. സ്വർഗീയ ദർശനം അവിടെ ചിലരൊക്കെ നിൽക്കുന്നത് കണ്ടു. അപ്പം എണ്ണമൊക്കെ എങ്ങനെയാ ഈ 144,000 പേരുടെ കറക്റ്റ് എണ്ണമൊക്കെ എങ്ങനെയാ യോഹന്നാൻ പറയുന്നത് എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് മറുപടി ഒന്നുമില്ല. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു പറ്റം ജനത്തെ യോഹന്നാൻ കാണുകയും അവിടെ പിതാവായ ദൈവവും പുത്രൻ തമ്പുരാനോട് ചേർന്ന് സ്തോത്രം ഹല്ലേലൂയ നെറ്റിയിൽ ഹല്ലേലൂയ മുദ്ര ഏൽക്കാത്ത ഹല്ലേലൂയ കുറെ ഹല്ലേലൂയ ആൾക്കാരും എന്ന് പറഞ്ഞാൽ ജീവപുസ്തകത്തിൽ പേരെഴുതിയിരിക്കുന്ന കുറെ ആൾക്കാരും മരിച്ചുപോയ ആത്മാക്കൾ അവിടെ നിൽക്കുന്നത് കാണുകയാണ്. ഹല്ലേലൂയ. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും. വിശുദ്ധ പർവ്വതം ഇപ്പൊ യോഹന്നാൻ കാണുകയാണ്. വിശുദ്ധ ഹല്ലേലൂയ സ്ഥലം യോഹന്നാൻ കാണുകയാണ്, ആത്മാവിൽ കാണുകയാണ്. അവിടെ നിൽക്കുന്നത് ആരൊക്കെയാണെന്നും യോഹന്നാൻ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. അവിടെ കാണുന്നവർ എത്ര പേരാണെന്നും പറയുന്നുണ്ട്. യോഹന്നാൻ പറയുക, അവിടെ കുഞ്ഞാടും അവനോട് കൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന വ്യക്തികൾ. അപ്പൊ നമുക്കിവിടെ വെച്ച് എന്താ എഴുതുന്നേ? ദൈവത്തിന്റെ നാമം, കർത്താവിന്റെ നാമം നമ്മുടെ മേൽ എഴുതും.
പിതാവായ ദൈവത്തിന്റെ നാമം നമ്മുടെ മേലെ എഴുതും. കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് മുമ്പ് പിതാവായ ദൈവത്തിന്റെ നാമം എഴുതപ്പെട്ടവരുണ്ട്. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ നാമം എഴുതിയ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ നാമം എഴുതപ്പെട്ട പ്രിയപ്പെട്ടവർ 144,000 പേര് അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇത് യോഹന്നാൻ കാണുകയാണ്. സ്തോത്രം. ആർക്കും എന്ന് പറഞ്ഞിട്ട് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ടാണ് താഴോട്ട് വായിക്കുന്നത്. ഒന്ന് വായിച്ചാട്ടെ, രണ്ടാമത്തെ വാക്യം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്ക് ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഒന്നാമത്തെ കൂട്ടരാണ്. സ്തോത്രം. ഒന്നാമത്തെ കൂട്ടരാണ് എന്താണ്? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുക. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു അമ്മ തന്റെ കാമുകനുമായിട്ട് സ്തോത്രം സല്ലപിക്കുന്ന കൂട്ടത്തിൽ 2, 9, 10 വയസ്സുള്ള തന്റെ കുഞ്ഞുങ്ങളെയും കൂടെ ആ കാമുകന് കാഴ്ചവെക്കുന്ന ചരിത്രമൊക്കെ നമ്മൾ കണ്ടു. ഹല്ലേലൂയ. എത്ര മൃഗീയമായിട്ടാണ് ഒരമ്മ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല. അവൻ മറക്കുമെന്ന് സ്തോത്രം. ഹല്ലേലൂയ. അന്നേ പറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ആ കുഞ്ഞുങ്ങളുടെ ഈ 9, 10 വയസ്സുള്ള കുഞ്ഞുങ്ങളുടെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുത്ത് അവരെ ലഹരി പിടിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കണമെങ്കിൽ ആ മനുഷ്യരൊക്കെ എന്തുമാത്രം മൃഗങ്ങളായിരിക്കണം. ഹല്ലേലൂയ. അത്ര മെച്ചകരമായ നിലവാരത്തിലേക്ക് നമ്മുടെ രാജ്യം എത്തപ്പെട്ടില്ലേ? നമ്മുടെ ദേശം എത്തപ്പെട്ടില്ലേ? ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, അവരൊക്കെ നമ്മുടെ ഇടയിൽ പാർക്കുന്നവരല്ലേ? നമ്മുടെ ഈ സംസ്ഥാനത്ത് തന്നെ ഉള്ളവരല്ലേ? നമ്മുടെ ചുറ്റുവട്ടങ്ങളിലൊക്കെ ഉള്ളവരല്ലേ? ഹല്ലേലൂയ. എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഈ ലോകത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഹല്ലേലൂയ. മുന്നമേ കർത്താവ് ഇത് കണ്ടുകൊണ്ടാണ് ലോകത്തോട് വിളിച്ചു പറയുന്നപ്പോഴും ഇടയായി തീരുന്നത്. അതിനകത്ത് ഈ വിശുദ്ധ പർവ്വതത്തിൽ പാർക്കാൻ എന്ത് ചെയ്യണം? നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കണം. ഹല്ലേലൂയ. നമ്മളെ നിഷ്കളങ്കനാണ് എന്ന് പറഞ്ഞ് നമ്മളൊരു ബാനർ പിടിച്ചോണ്ട് പോയാൽ നമ്മൾ നിഷ്കളങ്കനൊന്നും ആകത്തില്ല. ഹല്ലേലൂയ. കളങ്കമില്ലാത്ത ഹൃദയം ഉള്ളവനാണ് നിഷ്കളങ്കൻ. നിഷ്കളങ്കൻ ഹൃദയത്തിനകത്ത് കളങ്കമില്ലാത്തവനായിരിക്കണം. അങ്ങനെ ഉള്ള ഒരു മനുഷ്യന് മാത്രമേ നീതി പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ ഏതെങ്കിലും അനീതി നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അനീതിയുടെ ഏതെങ്കിലും മുള നമ്മുടെ ജീവിതത്തിൽ മുളച്ചു വരുന്നുണ്ടെങ്കിൽ, നമുക്ക് നീതിയുടെ അംശം നമ്മുടെ ശരീരത്തിലില്ല, നമ്മുടെ ജീവിതത്തിലില്ല. നമുക്ക് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും കരയിപ്പിക്കാനും ഹല്ലേലൂയ ഒക്കെ നമ്മളെ കൊണ്ട് കഴിയും. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, ആശ്വസിപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഹല്ലേലൂയ. അത് നീതിമാന്മാർക്ക് മാത്രമാണ് കഴിയുക. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിഷ്കളങ്കരായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം എന്ത് ചെയ്യണം? സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. അത്രമാത്രം. ഹല്ലേലൂയ. അല്ല, നമ്മുടെയൊക്കെ ഭാഗങ്ങളിലേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഹല്ലേലൂയ. നമ്മൾ എത്രമാത്രം സത്യം സംസാരിക്കുന്നു. ഹല്ലേലൂയ. നിസ്സാര കാര്യത്തിന് പോലും എത്രമാത്രം കള്ളത്തരങ്ങൾ നമ്മൾ പറയാറുണ്ട്. ഹല്ലേലൂയ. കള്ളത്തരങ്ങൾ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ ചോദിക്കും, എവിടെയായിരുന്നു? ഞാന് ഇന്നതുപോലെ. പക്ഷെ അതേ സമയത്ത് പോകാതെ പോലും പോയെന്ന് പറയുന്ന ഒരനുഭവത്തിലേക്കൊക്കെ നമ്മൾ മാറുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരിക്കല് എന്റെ കൂട്ടത്തിൽ പൊൻകുന്നത്ത് ഞാനും എന്റെ ഒരു കൂട്ടുകാരനും കൂടെ നിൽക്കുക. വീട്ടിൽ നിന്ന് ഫോൺ ചെയ്ത് വിളിച്ച് ചോദിച്ചു, ഇപ്പൊ നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. ഞങ്ങൾ നിൽക്കുന്നത് എവിടെയാ? പൊൻകുന്നത്താണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങള് നിൽക്കുന്നത് പൊൻകുന്നത്താണ്. ആ വ്യക്തി പറയാ ഞങ്ങളിപ്പോ പീരുമേട്ടിലുണ്ട്. സ്തോത്രം.
എന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരാൻ പറ്റത്തില്ല, ഞങ്ങളൊരു മീറ്റിംഗിൽ നിൽക്കുന്നത്, മീറ്റിംഗ്. സ്തോത്രം. അപ്പം ഹൃദയപൂർവ്വം എന്ത് ചെയ്യണം? ഭാര്യയോട് വിളിച്ചു പറയുകയാണ്, ഞങ്ങളിപ്പോ പീരുമായിട്ട് നിൽക്കണം. പീരുമായിട്ട് നിൽക്കുന്നവർ ഞങ്ങള് യഥാർത്ഥം നിൽക്കുന്ന പൊങ്ങുന്നം തന്നിക്കണം. ഹല്ലേലൂയ. അത്രമാത്രം വിശ്വാസി തന്നെയാണ് കേട്ടോ, അവിശ്വാസി ഒന്നുമല്ല, വിശ്വാസി തന്നെയാണ്. വിചാരിച്ചു സ്തോത്രം. ഹല്ലേലൂയ. അപ്പം അത്രമാത്രം എന്ത് ഹൃദയപൂർവ്വം സത്യം സംസാരിക്കണം, ഹൃദയപൂർവ്വം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമേ വിശുദ്ധ പർവ്വതത്തിൽ അല്ലെങ്കിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന കൂടാരത്തിൽ ചെല്ലാൻ പറ്റത്തുള്ളൂ. സദൃശ്യവാക്യങ്ങൾ 12-ാം അധ്യായം അതിന് 17-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 12-ന്റെ-17 വായിച്ചേ. സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? സത്യം പറയുന്നവൻ എന്ത് ചെയ്യുന്നു? നീതി അറിയിക്കുന്നു. നീതി അറിയിക്കും. സത്യം പറഞ്ഞാൽ അവൻ നീതി അറിയിക്കുന്നു, കള്ളസാക്ഷിയോ വഞ്ചന അറിയിക്കുന്നു. അപ്പം വിശ്വാസി ആണെങ്കിൽ പോലും പറയുന്നത് കള്ളമാണെങ്കിൽ വഞ്ചകനാ. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തില് ഒത്തിരി പോരായ്മകൾ കടന്നു വരുന്നു എന്ന് വിലയിരുത്തപ്പെടുവാൻ ഇടയായി തീരണം. അങ്ങനെ ഒരു നിസാര വാക്ക് പോലും നമ്മുടെ നിത്യതയ്ക്ക് ദോഷം വരുന്നതാണെന്ന് ചിന്തിപ്പാൻ തക്കോണം ഇടയായി തീരണം. ചിന്തിപ്പാൻ. ഹല്ലേലൂയ. നമ്മുടെ വാക്ക് ഊവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ. അതിൽ കൂടുതലായിട്ട് വരുന്നത് ദുഷ്ടനിൽ നിന്ന് വരുന്നു, ദുഷ്ടനിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇവിടെ വായിക്കുന്നു, സത്യം പറയുന്നവൻ നീതി അറിയുന്നു. ഹല്ലേലൂയ. നീതി അറിയുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നു. നീതിമാൻ ദൈവം മാത്രമേ ഉള്ളൂ. സത്യം പറയുന്നവൻ നീതി അറിയുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ അറിയുന്നു. ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവന് മാത്രമേ സത്യം പറയാൻ കഴിയത്തുള്ളൂ. എന്നിട്ട് പറയുന്നു, സ്തോത്രം. അതുകൊണ്ടല്ലേ ഇയ്യോബിന്റെ പുസ്തകത്തിൽ 1-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഊസ് എന്ന ദേശത്ത് ആരുണ്ടായിരുന്നു? ഒന്ന് വായിച്ചേ. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ, ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു. അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനുമായിരുന്നു. അവളെ കുറിച്ച് പറയാൻ പറ്റുമോ? സ്തോത്രം. ഹല്ലേലൂയ. നെടുങ്കണ്ടത്ത് ഇന്ന വീട്ടിൽ ഇന്ന ആള് ആരായിരുന്നു? അവൻ നിഷ്കളങ്കനായിരുന്നു, അവൻ നേരുള്ളവനായിരുന്നു, അവൻ ഹല്ലേലൂയ ദോഷം വിട്ടകന്നവനായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു എന്ന് പറയാൻ, നമ്മളെ കുറിച്ച് പറയാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽസമയത്ത് നമ്മളെ കുറിച്ച് പറയുമോ? നമ്മളായിരിക്കുന്ന വീട്ടിന്റെ പരിസരത്ത് പരിസരവാസികൾ നമ്മളെ കുറിച്ച് പറയുമോ? ഹല്ലേലൂയ. അതുപോട്ടെ, പരിസരവാസികൾ പറയണ്ട, ദൈവാത്മാവ് നമ്മളെ കുറിച്ച് പറയുമോ? ഹല്ലേലൂയ. ഇന്ന വീട്ടിൽ ഇന്നയാള് പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, അവൻ നിഷ്കളങ്കനാണ്, അവൻ നേരുള്ളവനാണ്, അവൻ ദൈവഭക്തനാണ്, അവൻ ദോഷം വിട്ടകന്നവനാണ്. ഹല്ലേലൂയ. സ്തോത്രം. പണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മള് 50 രൂപ മോഷ്ടിച്ചാലും 5000 മോഷ്ടിച്ചാലും മോഷണം തന്നെ. ഹല്ലേലൂയ. ചെറിയ പാപമെന്നും വലിയ പാപമെന്നും പാപത്തിന് വലിയ ഏറ്റക്കുറച്ചിൽ. പാപം ചെയ്തവൻ പാപിയ. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ നമുക്ക് എങ്ങനെയാ രക്ഷ നേടാൻ പറ്റുന്നത്? ഇന്നലെ വരെ ചെയ്ത പാപത്തിന് പരിഹാരം ദൈവം വരുത്തി തരും. ഇന്ന് നമ്മൾ കർത്താവിനെ ഹല്ലേലൂയ വിശ്വസിക്കാൻ തയ്യാറായാൽ ഇന്നലെ വരെയുള്ള പാപത്തിന് ദൈവം പരിഹാരം വരുത്തും. മരിച്ചതിന് ശേഷം ഒരു പരിഹാര ക്രിയ നമുക്കില്ല. മരിച്ചതിന് ശേഷമല്ല പരിഹാര ക്രിയ, മരിക്കുന്നതിന് മുമ്പാണ് പരിഹാര ക്രിയ. അതുകൊണ്ട് മരണശേഷം ഒരു പരിഹാര ക്രിയയ്ക്ക് വേണ്ടി നിൽക്കാനല്ല, മരിക്കുന്നതിന് മുമ്പ് പരിഹാരം വരുത്തണം നമ്മുടെ ജീവിതത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, അവൻ ആരായിരുന്നു? അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകന്നവനും ആയിരുന്നു. നമ്മളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുമോ? ഹല്ലേലൂയ. സ്തോത്രം. അവിടെയാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ
ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ അബ്രഹാമിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. ഒന്ന് വായിച്ച് 17-ന്റെ 1. അബ്രാമിന് 99 വയസ്സായപ്പോൾ അവൻ 99 വയസ്സായപ്പോൾ യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി അവനോട് ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കും. 99 വയസ്സുള്ള അബ്രഹാമിനോട് പറയുക, സ്തോത്രം, ഹല്ലേലൂയ, ഇനി എന്ത് ചെയ്യണം? നീ എന്റെ ഒപ്പം നടന്ന് നിഷ്കളങ്കനായിരിക്കണം. ഇന്നലെ വരെയുള്ള പ്രവൃത്തികളെല്ലാം ദൈവം പൊറുക്കുകയാണ്. സ്തോത്രം. ഇനിയും മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. അവിടെ നിന്ന് വായിക്കുന്നു, എന്റെ മുമ്പാകെ നീ എന്ത് ചെയ്യണം? നടക്കണം. എന്നിട്ട് നിഷ്കളങ്കനായി തീരണം. ഹല്ലേലൂയ. ദൈവം ചിലത് നമുക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുകയാണ്. നമുക്ക് വേണ്ടിയിട്ട് ചില പദ്ധതികൾ ചെയ്യാൻ പോകുകയാണ്. അബ്രഹാമിനോട് ചിലത് ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തതുപോലെ, ചില വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് കൊടുത്തതുപോലെ നമുക്ക് ദൈവം ഇന്ന് പല സമയത്ത് ചില വാഗ്ദത്തങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ തീരെ ഇല്ലാത്ത, വാഗ്ദത്തങ്ങൾക്ക് പഞ്ഞമുള്ള ഒരു ദൈവത്തെ അല്ല നമ്മൾ ആരാധിക്കുന്നത്. നമ്മൾ ആരാധിക്കുന്ന ദൈവം വാഗ്ദത്തങ്ങളുടെ കൂമ്പാരമുള്ളവനാ. നമുക്കുള്ള വാഗ്ദത്തങ്ങൾ കെട്ടിക്കിടക്കുകയാണ്. അത് പുറത്തു വരാൻ കഴിയാതെ വണ്ണം അബ്രഹാമിന്റെ വാഗ്ദത്തം കെട്ടി പുറത്തു വരാതെ ഹല്ലേലൂയ കിടക്കുന്നതിനെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ഇന്ന് പല സമയത്ത് ആലോചന പറയുമ്പോൾ അബ്രഹാം അതിനുവേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ ഈ പല സമയത്ത് ദൈവം ആരാ ഈ പല സമയത്ത് ദൈവത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾ പുറത്തു വരാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇവൻ അങ്ങനെ ഇങ്ങനെ ആയി തീർന്നെന്ന് പറയത്തക്ക നിലവാരത്തിൽ നമ്മുടെ സ്വഭാവത്തെയും ജീവിതത്തെയും നമ്മുടെ രീതികളെയും മാറ്റിമറിക്കുന്ന ഒരു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പല സമയത്ത് ചില ഹൃദയങ്ങളെ തൊടുന്നുണ്ട്, ചില വ്യക്തികളെ തൊടുന്നുണ്ട്. ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു പല സമയമായി മാറട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ അവിടെ നാം ഈ പല സമയത്ത് നമ്മളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ അബ്രഹാമിനോട് ദൈവം പറയുക, നിനക്ക് 99 വയസ്സൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇതുവരെ നീ വാഗ്ദത്തം പ്രാപിച്ചിട്ടില്ല. നീ വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ എന്റെ കൂടെ നീ നടക്കണം. എന്റെ കൂടെ നടക്കണം. ഹല്ലേലൂയ. വാഗ്ദത്തം പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ കൂടെ നടക്കണം എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ദൈവത്തിന്റെ കൂടെ ഇരിക്കാനുള്ളവർ കൂടെ നടന്നാലേ ഇരിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. കൂടെ ഇരിക്കണമെന്ന് താല്പര്യമുള്ളവരുണ്ടല്ലോ, ഇന്ന് പല സമയത്ത് കൂടെ നടക്കാൻ തയ്യാറാണെങ്കിൽ ഹല്ലേലൂയ കൂടെ ഇരുത്തും. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ. ചില പ്രിയപ്പെട്ടവര് പറയുന്നത് കേൾക്കാം, ഇപ്പോഴല്ലേ ഒന്ന് അടിച്ചു പൊളിക്കേണ്ട പ്രായമല്ലേ, ഇപ്പോഴല്ലേ അടിച്ചു പൊളിക്കാൻ പറ്റത്തുള്ളൂ, കുറച്ചും കൂടെ നാൾ കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിലേക്ക് വരാമെന്നൊക്കെ പറയുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. നാളെ നമ്മുടെ ദിവസം അല്ലെങ്കിൽ എന്നാ ചെയ്യും? ഹല്ലേലൂയ സ്തോത്രം. നാളത്തെ ദിവസം നമ്മുടേതല്ല. നാളെ എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഞാൻ അതുകൊണ്ട് ആ ഭക്ഷണം കഴിച്ച മനുഷ്യന്റെ കാര്യം പറഞ്ഞത്. സ്തോത്രം. 45-40 വയസ്സൊക്കെ കാണത്തുള്ള മനുഷ്യന്, പക്ഷെ ഇന്ന് പല സമയത്ത് ദൈവമക്കളെ നമ്മുടെ വിചാരം ഇന്ന് പല സമയത്ത് നമ്മള് സ്തോത്രം ഹല്ലേലൂയ ഏതാണ്ട് നൂറ്റാണ്ടുകൾ ജീവിച്ചിരിക്കുന്നത് പോലെയൊക്കെയാ നമ്മുടെ സംസാരവും ജീവിതവും ഇടപാടും ഒക്കെ കണ്ടാൽ. എന്നാൽ ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. സ്തോത്രം ഹല്ലേലൂയ. സർവശക്തിയുള്ള ദൈവമാകുന്നു. അബ്രഹാമിനോട് പറയാ, അബ്രഹാമിന് പ്രത്യക്ഷനായി അവനോട് ഇന്ന് പകൽ സമയത്ത് ദൈവം നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷനായി എന്ന ഹല്ലേലൂയ നമ്മളോട് പറയുന്ന വാക്കുകൾ അതൊരു ഹല്ലേലൂയ ആലോചനയായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ദൈവവൈദ്യരെ നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരുന്നാൽ ഹല്ലേലൂയ എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും, നിന്നെ എന്താക്കി മാറ്റും? അധികമായി വർദ്ധിപ്പിക്കും എന്ന് അരുളി ചെയ്തു. ദൈവത്തിന്റെ കൂടെ നടന്നാൽ, നിഷ്കളങ്കതയോടെ നടന്നാൽ നിന്നെ വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം.
ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നെയും നിന്നെയും നിങ്ങളെയും വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവം. എന്താ വർധനമില്ലാതെ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പരസ്യയോഗത്തിന് പോയപ്പോ ഒരു യൗവനക്കാരൻ, ഒരു 35 വയസ്സിന് മുകളിലുണ്ട്. ആ സഹോദരന്റെ വിവാഹം നടന്നിട്ടില്ല. മേശരിപ്പണിയാണ്. സ്തോത്രം. അമ്മയും അപ്പനും ഒരു സഹോദരി മക്കളും കൂടെ ഒന്നിച്ച പാർക്കുന്നേ. ആ സഹോദരന്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മുഖം തരാതെ മാറി മാറി നിൽക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. വീട് വലിയ ഒരു നിലയിലൊക്കെ ഒന്നും പണിതിട്ടില്ല. ഒരു ഹല്ലേലൂയ ചെറിയ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു വീട്. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ അമ്മ വിശ്വാസിയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പെങ്ങള് വിശ്വാസിയാണ്. ബാക്കി ആരും വിശ്വാസിയൊന്നുമല്ല. ഒരിടത്തും പോകുന്നില്ല. വിശ്വാസത്തിൽ എങ്ങും പോകാതെ നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്താ സഹോദര, ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്നു? പുള്ളി പറഞ്ഞു, ഞങ്ങള് മാസങ്ങളായിട്ട് എനിക്ക് പണിയില്ലാതെ ഇരിക്കുക. ഹല്ലേലൂയ. മാസങ്ങളായിട്ട് പണിയില്ലാതെ ഇരിക്കുക. നമ്മളിവിടെ കൂട്ടാറ് ഈ ഭാഗത്ത് ക്യാമ്പിന്റെ അടുത്ത. മാസങ്ങളായിട്ട് പണിയില്ലാതെ ഇരിക്കുക. എന്നിട്ട് ഇദ്ദേഹം അകത്തോട്ട് വലിഞ്ഞു പോകാൻ തയ്യാറെടുത്തു വന്നപ്പോ ഞാൻ ചോദിച്ചു, ഇപ്പോൾ 30-35 വയസ്സായിരുന്നു. ഇത്രയും കാലം സമ്പാദിച്ചിട്ട് എന്തുണ്ട് മിച്ചം എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. ഈ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ നിന്ന് പൊട്ടിക്കരയുക. ഹല്ലേലൂയ. ഞാൻ ചോദിച്ചു, ഈ 35 വയസ്സ് വരെ അധ്വാനിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്തുണ്ട് മിച്ചമെന്ന് ചോദിച്ചപ്പോൾ ഹല്ലേലൂയ ആ മനുഷ്യന് നിക്കത്തള്ളിയില്ലാതെ ഹല്ലേലൂയ കരയുക. ഞങ്ങളൊരു 4-5 പേരുണ്ട് ദൈവദാസന്മാർ. ഹല്ലേലൂയ. സ്തോത്രം. ഞങ്ങൾ ആ മനുഷ്യനെ സുവിശേഷം പറഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തെ കൊണ്ട് നിങ്ങളെ സഹായിക്കാൻ കഴിയും. നിങ്ങൾക്കൊരു വർധനം ഉണ്ടാകാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ആ മനുഷ്യൻ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ഇടയായിട്ട് ഇന്ന് പല സമയത്ത് ഞാൻ പറഞ്ഞതിന്റെ കാരണം ഹല്ലേലൂയ ചിലപ്പോൾ ഒരൊറ്റ വാക്ക് ഹല്ലേലൂയ നമ്മുടെ ഹൃദയത്തെ ഹല്ലേലൂയ തൊടുവന്നപ്പോഴും ഇടയായിട്ട് അവന് ഹല്ലേലൂയ കിട്ടുന്ന പൈസ, ഭാര്യയില്ല, സ്തോത്രം, ഹല്ലേലൂയ കുടുംബത്തിന് ഉത്തരവാദിത്വമില്ല എന്ന നിലവാരത്തിൽ എല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു യൗവനക്കാരനായിരുന്നു. ചില മാസങ്ങളായിട്ട് പണിയില്ലാതെ വീട്ടിലിരിക്കുക. അവനോട് ചോദിച്ച ചോദ്യത്തിന് അവന് മിക്കക്കളിയില്ലാതെ അവൻ വാവിട്ട് കരയുവാൻ ഇടയായിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇനിയൊരു പുതിയ ജീവിതം ഇന്ന് ആരംഭിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പല സമയത്ത് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, എനിക്കും നിനക്കും മധ്യേ ഞാൻ എന്റെ നിയമം സ്ഥാപിക്കും. ഹല്ലേലൂയ. ദൈവത്തിനും നമുക്കും നടുവിൽ ഒരു നിയമമുണ്ട്. അത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വെളിപ്പെടുത്താൻ പോകുകയാണ്. ഞാൻ അത് നിന്റെ മേൽ സ്ഥാപിക്കും. എന്നിട്ട് പറയുകയാണ്, നിന്നെ അധികമായിട്ട് വർദ്ധിപ്പിക്കും എന്ന് ദൈവം ഹല്ലേലൂയ ഓർഡർ കൊടുക്കുകയാണ്. ഇന്ന് പല സമയത്തും മടങ്ങി വരാൻ തയ്യാറുള്ള, ദൈവത്തോട് ചേർന്ന് നടക്കാൻ തയ്യാറുള്ള ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പല സമയത്ത് ദൈവമൈതലേ ഒരു വർധനവിന് വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ മടക്കി വരുത്താൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ ശൂന്യതയായിരുന്നു, ഇതുവരെ നഷ്ടബോധത്തിൽ നിൽക്കുകയാണോ, ഇതുവരെ ഒന്നുമില്ലാത്ത അനുഭവത്തിൽ നിൽക്കുകയാണോ, ഒന്ന് മടങ്ങി വരാൻ ദൈവത്തോട് ചേർന്ന് നടക്കാം. ഇന്ന് പല സമയത്ത് തീരുമാനമെടുക്കുന്നുണ്ട്. ഒരു വർധനവ് ദൈവം തരാൻ പോകുകയാണ്. ഒരു വർധനവ്. ഹല്ലേലൂയ. സ്തോത്രം. നിഷ്കളങ്കനായിട്ട് നടന്നപ്പോൾ ഹല്ലേലൂയ നിഷ്കളങ്കനായിട്ട് നടക്കാൻ ദൈവം ഓർഡർ കൊടുത്തു. ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ. ഹല്ലേലൂയ. എന്നിട്ട് 3-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. 3-ാമത്തെ വാക്യം, നാവുകൊണ്ട് കുരള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരൻ അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ ഇടയായി തീരുന്നത് ഒരു 12 ആഹ്വാനങ്ങളോ ഓർഡറാണ് അവിടെ പറയുന്നത്, അല്ലെ?
നിഷ്കളങ്കനായി നടക്കാൻ, നീതി പ്രവർത്തിക്കാൻ, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കാൻ, പൊരുള പറയാതിരിക്കാൻ, കൂട്ടുകാരന് ദോഷം ചെയ്യാതിരിക്കുക, കൂട്ടുകാരന് അപമാനം വരുത്താതിരിക്കുക, വഷളനെ നിന്ദിനായി എണ്ണുക, യഹോഭക്തന്മാരെ ബഹുമാനിക്കുക, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാതെ നിൽക്കുക. എന്നിട്ട് ആ ഭാഗമൊക്കെ 12 കാര്യങ്ങൾ അവിടെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. നാവ് കൊണ്ട് എന്ത് ചെയ്യരുത്? കള്ളം പറയരുത്. തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യരുത്. കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കണം. ഈ ഇന്നലെ തൊടുപുഴയില് ഒരു കാറ്ററിംഗുകാര് 2 കൂട്ടുകാർ തമ്മിൽ കാറ്ററിംഗ് നടത്തിക്കൊണ്ടിരിക്കാം. സാമ്പത്തിക വിഷയം വന്നപ്പോൾ ഒരു കൂട്ടുകാരനെ വിളിച്ചുകൊണ്ടുപോയി അടിച്ചു കൊന്നു. അല്ലെ? ഹാലലിയ, അടിച്ചു കൊന്നു. ഇതാണ് കൂട്ടുബന്ധം. കൂട്ടു ബിസിനസ് നടത്തി പരാജയപ്പെട്ടപ്പോ കൂട്ടുകാരനെ തല്ലിക്കൊന്നു. ഹാലലിയ, സ്തോത്രം, ഹാലലിയ. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, നാവ് കൊണ്ട് കുരുള പറയാതെയും തന്നെ. ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൂട്ടു ബിസിനസ്സിനെ പോകാതിരിക്കുക. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. ഹാലലിയ. കൂട്ടു ബിസിനസ് പലപ്പോഴും നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. അതുപോലെയുള്ള ബന്ധങ്ങൾ നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകും. ഹാലലിയ. അവരെയും ഇവരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഹാലലിയ. ഇന്ന് പല സമയത്ത് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന നിലയിൽ നമ്മൾ നിന്നാൽ മതി. അങ്ങനെ നിൽക്കാൻ അധികമായിട്ട് ശ്രമിക്കാൻ പോകുമ്പോഴാണ് നമുക്ക് പരാജയം വരുന്നത്. ഇവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്, നാവ് കൊണ്ട് കുരുള പറയാതെയും തന്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെയും ഇരിക്കുന്നവൻ. എന്നിട്ട് 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന, പെട്ടെന്ന് വായിച്ചേ. വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. സത്യം ചെയ്തിട്ട് ഛേദം. സത്യം ചെയ്യണം. ദൈവസന്നിധി സത്യം ചെയ്യണം. ദൈവമേ, ഞാൻ അറിഞ്ഞുകൊണ്ട് എന്റെ ഒരു ആരാധന ഞാൻ മുടക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. സത്യം ചെയ്യണം. അറിഞ്ഞുകൊണ്ട് ഒരു ആരാധന ഞാൻ മുടക്കത്തില്ല. എന്റെ മക്കൾക്ക് വേണ്ടി ഒരു ആരാധന മുടക്കത്തില്ല. എന്റെ ചുറ്റുവട്ടങ്ങൾക്ക് വേണ്ടി ഒരു ആരാധന ഞാൻ മുടക്കത്തില്ല എന്ന് സത്യം ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഛേദം വന്നാലും മാറരുത്. ഹല്ലേലൂയ. സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ഏത് പ്രശ്നം വരട്ടെ, ഏത് ജീവിതത്തിൽ ഏത് പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരട്ടെ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കണം. അവിടെയാണ് വായിക്കുന്നത്, വഷളനെ നിന്ദിനായി എണ്ണണം. നമുക്ക് കൊള്ളാത്ത ഒരു കൂട്ടുകാരനാണ് നമ്മുടെ കൂട്ടത്തിൽ കൂടുന്നതെങ്കിൽ അവനെ വഷളനാണെന്ന് മനസ്സിലായാൽ, അവൻ എത്ര വലിയ സ്നേഹിതനാണെങ്കിൽ അവനെ നിന്ദനായിട്ട് എണ്ണണം. അവന്റെ കൂട്ടത്തിൽ തോളെ കൈയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ അവന്റെ കൂട്ടത്തിൽ ചേർന്നില്ലെങ്കിൽ, അവന്റെ കൂട്ടത്തിൽ ആൾബലമുണ്ട്, അവൻ ഹാലലിയ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകുമല്ലോ എന്നുള്ള ഭയത്തിൽ അവന്റെ കൂട്ടത്തിൽ കൂടി നമ്മൾ വഷളനാകരുത്. ഹാലലിയ. നമ്മളും വഷളന്. നമ്മുടെ ആത്മീയ ജീവിതം നമ്മൾ തകർത്ത് കളയരുത്. അവിടെയാണ് വായിക്കുന്നത്, വഷളനെ എന്ത് ചെയ്യണം? അവൻ വഷളനാണെങ്കിൽ നിന്ദിനായിട്ട് തന്നെ എണ്ണണം. യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കണം. എന്നിട്ട് സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും എന്ത് ചെയ്യരുത്? മാറരുത്. തീരുമാനമെടുക്കണം. മാറരുത്. ദൈവസന്നിധി ഞാൻ നിൽക്കും. എനിക്കെന്താ വേണ്ടത്? ഈ കാണുന്ന ഇന്നലെ കണ്ട കൂട്ടുകാരൻ നാളുകളിൽ എന്റെ കൂടെ ഇല്ല. സ്തോത്രം. എന്നെ അങ്ങേയറ്റം നിത്യതയോളം നടത്തുന്ന ഒരു സ്വർഗീയ പിതാവിന്റെ വിളിയാണ് എന്റെ മേൽ ഉള്ള ആഹ്വാനം. എന്റെ മേൽ വന്നിരിക്കുന്ന വിളി, അത് എന്നെ ആ കൂടാരത്തിൽ കൊണ്ടുവന്നിരുത്തുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ ഈ ലോകത്ത് കാണുന്ന ചിലതിന് വേണ്ടി തന്നെ ഞാൻ വിറ്റ് കളയത്തില്ലെന്ന് ഉറപ്പ് പ്രാപിക്കണം. സത്യം ചെയ്യണം. അങ്ങനെ ചെയ്യുന്നവൻ എന്ത് ചെയ്യും? ഹല്ലേലൂയ. മാറാത്തവൻ. എന്നിട്ട് വായിക്കുന്നു, അതിനെ കുറിച്ചൊക്കെ ഒത്തിരി വിവരിക്കാൻ സമയമുണ്ടെങ്കിലും സമയം നമ്മുടെ മുമ്പിലില്ലല്ലോ. തന്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെ കുറ്റമില്ലാത്തവന് വിരോധമായി കൈക്കൂലി വാങ്ങാതെയും ഇരിക്കുന്നവൻ. ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങി പോകത്തില്ല. ഇങ്ങനെ ചെയ്താൽ ഒരു നാളും കുലുങ്ങി പോകത്തില്ല. സന്തോഷത്തോടെ നമുക്ക് പെട്ടിക്കകത്തില്ല. ഹല്ലേലൂയ. ഈ ലോകത്തോട് നമുക്ക് സന്തോഷത്തോടെ യാത്ര പറയാം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ആ കൂടാരത്തിൽ വസിക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പേര് പോലും ഹല്ലേലൂയ
ഒരിടത്തും പ്രത്യക്ഷപ്പെടത്തില്ല. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ നിന്ന് നാം പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ള പേര് പോലും ഇവർ എല്ലാം വെട്ടിക്കളയും. അവിടെ പേരില്ലെങ്കിൽ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. അപ്പോൾ അവിടെ പേര്, ഇവിടുത്തെ പുസ്തകത്തിലെ എല്ലാ പേരും മാഞ്ഞാലും അവിടുത്തെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടാകും. അവിടുത്തെ പുസ്തകത്തിൽ പേരില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജനനം ഒരു വല്ലാത്ത നഷ്ടമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം വല്ലാത്ത ഒരു നഷ്ടമാണ്. ഇന്ന് പല സമയത്ത് ആ നഷ്ടത്തെ മറികടക്കണമെങ്കിൽ ഈ സങ്കീർത്തന വേദഭാഗം ഏറ്റെടുത്തുകൊണ്ട് ഇതിനകത്ത് ഞാൻ എന്തെല്ലാം പോരായ്മകൾ, ഹല്ലേലൂയ, വാൻ തോരാതെ അന്യന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് വലിയ മിടുക്കാം, അല്ലെ? ഹല്ലേലൂയ. അന്യന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാൻ, ഹല്ലേലൂയ. നമ്മളോട് ചോദിച്ചാൽ പറയും നമ്മുടെ ദ്രോഹികൾ ആരാണ്? ഒന്നിൽ അപ്പനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ അയൽവക്കക്കാരോ അല്ലെങ്കിൽ ഹല്ലേലൂയ എന്ന് നമ്മൾ കാണുന്നവരൊക്കെയാണ്. അവരെ കുറിച്ച് വായത്തോരാതെ കുറ്റം പറയാനൊക്കെ നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് പല സമയത്ത് ആ നാവിനെ എല്ലാം ഒന്ന് അടക്കി ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ ഇന്ന് പല സമയത്തും ഞാൻ അധികം സംസാരിച്ചില്ലെങ്കിലും സ്തോത്രം പറയാൻ തന്നിരിക്കുന്ന നാവ് കൊണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസതയോടെ നിൽക്കാൻ പരിശുദ്ധാത്മാവിൽ ഇന്ന് പല സമയത്ത് ഇടവരട്ടെ. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ സംഗതി വരട്ടെ. നമ്മൾ ലജ്ജിച്ചു